1940 കോഴിക്കോട് ഒരു ചെറിയ സംരംഭത്തിൽ ആരംഭിച്ച ഇന്ന് തലമുറകളുടെ ഒരു വിശ്വാസമായി മാറിയിരിക്കുകയാണ് RG ഫുഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ഫുഡ് പ്രൊഡക്റ്റ് ബ്രാൻഡ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു മനോഹരമായ ജേർണിയെ കുറിച്ച് മാത്രമല്ല ഇനി വിഷ്ണു നേരിടാൻ പോകുന്ന റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് RG ഫുഡ്സിന്റെ ഓണറായിട്ടുള്ള വിഷ്ണുവാണ്. വിഷ്ണു, വെൽക്കം ടു റേഡിയോ നാടൻ ചായ. നമസ്കാരം. അപ്പൊ എന്തുണ്ട് വിശേഷം? അയർലൻഡ് വന്നിട്ട് എന്ത് തോന്നുന്നു? വളരെ നല്ല വിശേഷങ്ങൾ. അയർലൻഡ് എന്താ പറയാ, ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നു. കാരണം അത്രയും നല്ല മാർക്കറ്റാണ്, നല്ല സ്ഥലമാണ്, ഒരുപാട് സ്നേഹമുള്ള മലയാളികൾ എവിടെ ഉള്ളതാണോ സ്നേഹമാണ്. പക്ഷെ അയർലൻഡ് കുറച്ചും കൂടി ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു ചെറിയ മില്ലിൽ നിന്നാണ് നമ്മുടെ RG ഫുഡ്സിന്റെ ഒരു ജേർണി ആരംഭിച്ചത് അല്ലെ? ഇതിവിടെ ഇന്ന് നമ്മുടെ അയർലൻഡ് UK മാർക്കറ്റുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ജേർണിയെ കുറിച്ച് വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? 1940 എന്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ മുഡുൽ ഗോപാലൻ, എന്റെ ഗ്രാൻഡ് ഫാദറാണ് RG എന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്തത്. വളരെ ചെറിയ രീതിയിൽ കോഴിക്കോട് വലിയങ്ങാടിയിൽ എള്ളാട്ടി തുടങ്ങി. ഇന്ന് ഏകദേശം 35ഓളം രാജ്യങ്ങളിൽ നമ്മുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ നല്ലെണ്ണയിൽ നിന്ന് തുടങ്ങി ഇന്ന് 100+ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ ഒരുപാട് വർഷം നല്ലെണ്ണ തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ബിസിനസ്. കേരളത്തിലുള്ള 90% ഓഫ് ആയുർവേദ മാനുഫാക്ചേഴ്സ് RG ആണ് യൂസ് ചെയ്യുന്നത്, അവരുടെ തൈലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിലെ മിക്ക അമ്പലങ്ങളും എണ്ണ RG ആണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ പിക്കിൾ മാനുഫാക്ചറിങ്, അങ്ങനെ ഒരു മൾട്ടി ആപ്ലിക്കൻ്റ് ആണ് നല്ലെണ്ണ. അപ്പാർട്ട് ഫ്രം നല്ലെണ്ണ നമ്മളിപ്പം പാലക്കാടൻ മട്ട റൈസ് പ്രോഡക്ട്സ്, സ്നാക്സ്, ട്രഡീഷണൽ സ്നാക്സ്, നമ്മളെ മറയൂർ ശർക്കര, പപ്പടം, എന്തിനു പറയുന്ന കൊപ്പര വരെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു മലയാളിയുടെ വീട്ടിൽ വേണ്ട എല്ലാ പ്രൊഡക്ട്സും RGന്റെ കയ്യിലുണ്ട്.